കള്ളിക്കുട്ടി രസിച്ചിരിക്കുകയാണ്. കള്ളി കള്ളിക്കുട്ടി ഹായ്. അവിടെ ആരാ നോക്കുന്നത്? കണ്ടാ കണ്ടടാ ഹായ്. അവിടെ ആരാ നോക്കുന്നത്? നീ എന്തുവാടി കാണിച്ചത്? പ്രസവിക്കാൻ കഴിയാത്തവർ എന്റെ കുഞ്ഞിനെ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഡ്രസ് എടുക്കാൻ കൊണ്ടുപോവോ? ആ നോക്കാം. നേരത്തെ വരുവോ? ആ വരാം. എന്താ ചേട്ടാ ലേറ്റ് ആവുന്നേ? ആ എടി ഇന്ന് ജോലി തീരാൻ കുറച്ച് സമയം കഴിയും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അടുത്ത ദിവസം പോവാം. ഹലോ ഹലോ വെച്ചിട്ട് പോയോ? ഹലോ നിങ്ങൾക്ക് ഇന്നും ജോലിയുണ്ടോ? ഓ എനിക്കിന്നും ജോലിയുണ്ട്. നിങ്ങൾക്ക് എന്നും ജോലി ജോലി എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. എന്റെയും കൊച്ചിന്റെയും കാര്യം നോക്കാൻ ഒരു സമയമില്ല അല്ലേ? എടി നിനക്കും കുഞ്ഞിനും വേണ്ടി അല്ലേടി ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തെ? എനിക്ക് അവനെ പഠിപ്പിച്ച് വലിയൊരാളാക്കണം. എങ്ങനെയുണ്ട് ഇവിടെ പുതിയ സെറ്റപ്പാ? നീ എന്തിനു മേടിച്ച നമ്മളെ കുറിച്ച്? പെണ്ണ് കെട്ടിയിടക്കെ നിർത്താറായില്ലേ? ഇത് അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ അളിയാ. അതാണ് അതൊക്കെ നമ്മൾ ഒപ്പിക്കും. ഇത് കണ്ട നീ സ്ഥിര മെസ്സേജ് പോവാണ്. നമ്പർ കിട്ടിയ അത് വേണ്ടല്ലേ, ഇത് എനിക്ക് കൈകാര്യം ചെയ്യാൻ ആവശ്യം വരെ എനിക്ക് പറ്റില്ല അളിയ അളിയ ഒന്ന് ഒരു നമ്പർ നോക്കിക്കോ. ഞാൻ ഇതിനേക്കാളും പൊളപ്പ സാധനത്തിന് ഞാൻ ഒപ്പിക്കും. നോക്കിക്കോ, എന്നിട്ട് നീ വാ നോക്കിക്കോ അളിയ, ഞാനും ഒരെണ്ണം ഒപ്പിക്കും. അല്ല ഞാനിതിപ്പോ എവിടെ പോയി ഒപ്പിക്കാനോ?
ചേട്ടാ എങ്ങോട്ടാ? ഒന്ന് അപ്പുറം വരെ പോകുന്നു. എന്താ ഒരു വിഷമം? ഒന്നും പറയണ്ട ചേട്ടാ, വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതിപ്പോൾ ഏത് വീട്ടിലല്ലാത്ത? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വഴക്കാ. അവളെ കുഞ്ഞിനെ നോക്കാൻ സമയമില്ലെന്നാ അവളെ പരാതി. അരുണേ, നമുക്ക് ജീവിതമാണ് വലുത്. ജോലി, സമ്പത്ത് ഇതെല്ലാം പിന്നെയുള്ള കാര്യങ്ങളാണ്. ചേട്ടാ അവർക്ക് ആവശ്യം നിൻ്റെ സ്നേഹവും കരുതലുമാണ്. അത് കൊടുക്കാൻ ശ്രമിക്കും. ചേട്ടാ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നതെന്നുള്ള വിചാരം പോലും അവർക്കില്ല. എല്ലാം നേരെയാവോടോ. സമാധാനമായിട്ടിരിക്കും. ജോലിപ്പോഴും ഇത് തന്നെയാ ജോലി. എന്തിന് പറയാ, ഇതൊക്കെ തന്നെ. ഇല്ല. നാളെ അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ട്. ക്യാഷൊന്നും ഇല്ല. ഞാൻ നിൽക്കുകയാണ്. കിരൺ ഇത് കൊണ്ടുപോയിക്കോ. 2 ദിവസത്തിനകം എടുത്തു തരണം. ചേട്ടൻ അറിയാതെ തരികയാണ്. ഓക്കെ, പോട്ടെ. എടി, നിന്റെ താലിമാല എന്തി? അതിവിടെ എവിടെയെങ്കിലും കാണും. അതിവിടെ എവിടെയെങ്കിലും കാണുമെന്നോ? മര്യാദയ്ക്ക് നോക്കിയറി. ഓ, അതുണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എൻ്റെ ഉണ്ട്. ഹലോ, പറ രമ്യ. എന്തായി തീരുമാനം? ഞാനിപ്പോൾ വിളിക്കാം. അവൾ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വിട്ടിറങ്ങിയെന്ന്. കൊച്ചിനെ ഉണ്ടോ? എൻ്റെ വീട്ടിലോട്ട് വരുവാന്ന്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, കൊച്ചിനെ കൊണ്ടുവന്നാലേ നിന്റെ വീട്ടുകാർ സ്വീകരിക്കൂല, കൊച്ചുള്ള സ്ത്രീയെ സ്വീകരിക്കൂല എന്നങ്ങ് പറ. അതേ ഉള്ളൂ ഒഴിവാക്കാൻ പറ്റിയത്. ഹലോ എടി, നിനക്ക് കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കയറ്റില്ല. അതാ വിഷയം. നീ വീട്ടിൽ തിരിച്ചു പോ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഞാൻ ഇപ്പം ധൃതിയിലാണ്. ഓക്കെ, ബൈ. ഒരാളെ ഒന്ന് ആശ്വാസം വച്ച് നിർത്തി. ഇത് വിലയാവും. തോടെ നിർത്തുക.
കിരണില്ലേ? ഇതാരാ? സ്നേഹം അത് സ്വന്തം വീടുകളിൽ തന്നെയാണ്. അത് മനസ്സിലാക്കാതെ മിഥ്യാസ്നേഹങ്ങൾക്ക് പുറകെ പോകുന്നവർ വിഡ്ഢികൾ മാത്രം. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ട് മാത്രം അമ്മയാക്കുന്നില്ല. അവരെ നല്ല രീതിയിൽ വളർത്തി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുമ്പോൾ മാത്രമേ ഒരമ്മ പൂർണ്ണതയിൽ എത്തുന്നുള്ളൂ.